ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്ത് വി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പ്രതിച്ഛായ എന്ന മലയാളം മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. നിവിൻപോളി ഷർഫുദ്ദീനാണ് കേന്ദ്ര കഥാപാത്രം. പ്രതിച്ഛായ മൂവിയുടെ ട്രെയിലർ റിയാക്ഷനിലേക്ക് നമുക്ക് പോവാം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എൻ്റെ വിജയകഥ കേൾക്കാനാണ്. ബട്ട് ആം ഐ സക്സസ്ഫുൾ? വിജയം ചിലപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ടാഗോ പേ പാക്കേജൊക്കെ ആയി ഡിഫൈൻ ചെയ്യപ്പെടാം. പക്ഷേ അത് അങ്ങനെയാണോ? ഗാന്ധിജിയും നെഹ്റുവും EMS മേക്കിജിയും വിജയിച്ചവരാണോ, അതോ പരാജയപ്പെട്ടവർ? മന്ത്രിസഭാ ഫോർമേഷനിൽ പല ഇക്വേഷൻസും ഉണ്ട്. ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിൻ്റെയും മുകളിലാണ് ഞങ്ങളെല്ലാം കസേരയും വലിച്ചിട്ടിരിക്കുന്നത്. മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച് വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ്. വർഗീസേ, 2 സീറ്റ് ഭൂരിപക്ഷത്തിന്റെ നെഗളിപ്പിന് ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. നീ ഒരു കറക്റ്റീവ് ഫോഴ്സാ. പിന്നെ കറപ്ഷനായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണല്ലോ. ഞാൻ ഇന്ന് വീഴുമെന്നാ പരക്കെ പറച്ചില്. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. ലോകം നമുക്ക് പുറത്തല്ലടാ, അകത്താ. എന്നെ കോടതിയിൽ ഹാജരാക്കണം. എനിക്ക് 164 കൊടുക്കണം. The game is level now. സാറിന് അവനെ പറ്റിയല്ല അറിയാം, എന്നെ പറ്റിയോ? പോലീസ് ഉടനെ റിയാക്ട് ചെയ്യരുത്. ചാനലും സോഷ്യൽ മീഡിയയും കത്തണം. രാഷ്ട്രീയത്തിലിപ്പോൾ വ്യക്തികളിലല്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറയും, സാർ കേൾക്കും. കാസ്റ്റിങ്ങില് നിവിൻപോളി, ഷർഫുദ്ദീൻ, ബാലേന്ദ്ര മേനോൻ ഇവർ 3 പേരെ കൊടുത്തിട്ടുള്ളൂ. അതുകൂടാതെ നമ്മുടെ ഹൈശ്രേഷ്ഠ ചേട്ടൻ, സായികുമാർ, അങ്ങനെ കുറച്ചേറെ ആൾക്കാരെ ഉണ്ട്. ഒരു പാർട്ടി പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു ചിത്രമാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ നിവിൻപോളെ കുറേ കാലത്തിന് ശേഷമുള്ള നല്ലൊരു ട്രാൻസ്ഫർമേഷനും ഉണ്ട്, കാണാൻ പറ്റി. നല്ല പുള്ളിക്കാരനായിട്ട് വണ്ണമൊക്കെ കുറഞ്ഞല്ലേ അല്ലേ? സർവമായിക്ക് വേണ്ടിയിട്ട് ഒരു മേക്ക് ഓവർ നടത്തി വന്നതാണ്. ഇപ്പൊ ഇതിനും കൊള്ളാം. സർവമായിക്ക് വേണ്ടിയാ ആയിരിക്കുമല്ലോ, അതില് ലുക്കാണ്. ഏറെ നാളുകൾക്ക് ശേഷം വന്നതിന്റെ സർവമായാണ് ഇപ്പം അതിനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറവുണ്ട് ഇതിനകത്ത് അല്ലേ? ആണ്. അപ്പം ഹരിശ്രീ അശോകൻ ഇതുവരെ കാണാത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത, ഒരു ക്യാരക്ടർ. ഇതുവരെ കോമഡികളിലൂടെ മാത്രം സഞ്ചരിച്ചിട്ട് ഇപ്പൊ ഒരു സീരിയസ് റോളിലേക്ക് കടന്നു. ഇപ്പൊ പുള്ളി സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വി ഉണ്ണികൃഷ്ണൻ, പുള്ളി നല്ല സംവിധായകനാണ്. പുള്ളിയെ എല്ലാവരും നോക്കുന്ന മറ്റേ ആറാട്ട് വെച്ചിട്ടാണ്. ആറാട്ടല്ല പുള്ളിയുടെ മറ്റേ ഏത് ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞ നല്ല സിനിമകളുണ്ട്, ത്രില്ലർ, അങ്ങനെ കുറെ നല്ല സിനിമയൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ല 2K. അതുകൊണ്ട് പുള്ളി അത് വെച്ചിട്ട് വിലയിരുത്തല്ലോ. ബാലേന്ദ്ര മേനോൻ കുറെ നാളുകൾക്ക് ശേഷം അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ഒത്തിരിയായി പുള്ളിയെ കണ്ടിട്ട്. ട്രെയിലർ കണ്ടിട്ട് ഷർഫുദ്ദീന് വലിയ റോൾ ഇല്ലെന്ന് തോന്നുന്നു. ആളിത്ര സ്റ്റാർ വാല്യൂവിൽ നിൽക്കുമ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ റോളുകളൊക്കെ എടുക്കുന്ന ഒരു സംശയമാണ്. അത് ചിലപ്പോൾ ഒരു സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുന്നതാവാം. പുള്ളി ചേരാൻ വേണ്ട ലാസ്റ്റ് ഇറങ്ങി ആശകളായാലും അതിനകത്ത് ചെറിയ റോള്, ചെറിയല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിലും മികച്ച റോളായിരിക്കും. സർവമായ ഹിറ്റ് അടിച്ചു. അതിന്റെ തൊട്ട് പുറകെയാണ് നിവിൻപോളിയുടെ അടുത്ത പടം വന്നത്, ബേബി ഗേൾ. അത് പൊട്ടിയല്ലോ. ബേബി ഗേളോ? സോറി, ബേബി ഗേൾ നിവിൻപോളിയുടെ ആണോ? ഞാൻ മറ്റവന്റെ മുഖത്തെ കണ്ടുള്ളൂ. സോറി. അവൻ മറ്റേ ആ കാറിലിരിക്കുന്ന ഒരു സീനുണ്ടല്ലോ, മറ്റേ കുഞ്ഞിനെ കൊണ്ട് കളയുന്ന പോകുമ്പോഴേക്കെന്തോ അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് പൊട്ടി. എടേ മേ ബി അതിലൊരു ഡെപ്ത് ഉണ്ട്, അതിനൊരു
കഥയുണ്ട്. പക്ഷേ എന്തോ പുള്ളിയുടെ ദൗർഭാഗ്യം, എന്തോ സാധനം പൊട്ടി സരില്ല. ബേബികൾ നല്ല പടം, അത്യാവശ്യം കണ്ടിരിക്കാം. നല്ല പടമാണ്. എനിക്ക് ചില ഷോർട്സ് കണ്ടിട്ടാണെങ്കിലും ചെറിയ റീലൊക്കെ കണ്ടിട്ടാണെങ്കിലും എനിക്ക് കാണണം എന്ന് തോന്നിയ ഒരു ടൈപ്പ് ഒരു പടമാണ്. അത് റിവ്യൂ ഒക്കെ ഒരുമാതിരി മോശമായിട്ട് ചെയ്ത് ആ പടത്തിന്റെ കുറച്ച് കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയും ചിലര് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല ഇയാളുടെ ടേസ്റ്റ്. ഇപ്പൊ എനിക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ല, ചേട്ടയ്ക്കത് ഇഷ്ടമായിരിക്കും. അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്ത കുറെ ജോണറുണ്ട്. എനിക്ക് അത്യാവശ്യം ഒരു കഥയുള്ള ഇച്ചിരി ഫീൽ ഗുഡ് മൂവീസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കുറച്ച് കോമഡിയൊക്കെ ഉള്ള അങ്ങനത്താണ് എനിക്കിഷ്ടം. എല്ലാവരും അങ്ങനത്തെ പ്രതീക്ഷിക്കണമെന്നില്ലല്ലോ. ബേബികളും ഇങ്ങനെ തന്നെ കണ്ടിരിക്കാൻ മോശമൊന്നുമല്ല. ഒരിക്കലും മറ്റൊരാളുടെ റിവ്യൂ കേട്ടിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ പടം കാണാൻ നിൽക്കരുത്. ഞാൻ അത്രേ പറയും. പലർക്കും പല ടേസ്റ്റാണ്. അവർ വിചാരിക്കുന്ന പോലെ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നെഗറ്റീവ് പറയൂ. ഇനി നല്ലതാണെങ്കിൽ കൂടി അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടർ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഡൗൺ ആക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് റിവ്യൂ അടക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് അല്ല ഞാൻ പറയും. അപ്പോൾ കാണുമോ കാണാതിരിക്കുമോ നിങ്ങളുടെ ഇഷ്ടം. മാക്സിമം മലയാള സിനിമയെ സപ്പോർട്ട് ചെയ്യുക, കാണുക, സക്സസ് ആക്കുക. OTT കൂടുതൽ സപ്പോർട്ട് ചെയ്യാതെ തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇറങ്ങുക. അതിനു വേണ്ടിയിട്ട് അല്പം സമയം കണ്ടുപിടിക്കുക, പടം വിജയിപ്പിക്കുക. നല്ലൊരു സിനിമയാകട്ടെ. അപ്പം എന്തായാലും റിലീസിന് നമ്മൾ തിയേറ്ററിൽ കാണും, നിങ്ങളും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.